ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് COVID-19 ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെൽഫ് ടെസ്റ്റിംഗ് കിറ്റാണ്. മൈ ലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന 250 രൂപ വില വരുന്ന ഈ ഒരു കിറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റ് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഇത് എങ്ങനെയാണ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് എങ്ങനെ സ്വന്തമായി ഈ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നിലവിൽ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിലും ആമസോൺ മുതലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലാണ് ലഭ്യമായിട്ടുള്ളത്. ഓഫ്ലൈൻ ഷോപ്പുകളിൽ ചില പ്രമുഖ ഷോപ്പുകളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇത് ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്ന് പരിശോധിക്കാം. നമ്മളൊരു പാക്കേജ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു യൂസർ മാനുവലാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ ചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി കൊടുത്തിട്ടുള്ള ഒരു യൂസർ മാനുവലാണ് നമുക്ക് ആദ്യം ഇതിനോടൊപ്പം ലഭിക്കുക. അതുകൂടാതെ ഇതിനകത്ത് സ്പെസിമെൻ കളക്ഷൻ സ്വാബ് ഒരെണ്ണം അവർ നൽകിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ഒരു കവർ നൽകിയിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു കവർ നൽകിയിട്ടുണ്ട്. നമുക്ക് സിംഗിൾ ടൈം യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത ശേഷം ഇത് ഈ ഒരു കവറിനകത്തിട്ട് സീൽ ചെയ്ത് നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കവറാണ് നൽകിയിരിക്കുന്നത്. ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഒരു ഐറ്റം നൽകിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ഇത്രയുമാണ് ഈ ഒരു പാക്കറ്റിനകത്ത് നൽകിയിരിക്കുന്ന വസ്തുക്കൾ. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ സ്വാബ് നമുക്ക് കയറി കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാം. സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്വാബ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അഗ്രഭാഗത്തായിട്ട് ഒരു പഞ്ഞി പോലെയുള്ള ഭാഗമുണ്ട്. അത് നമ്മുടെ മൂക്കിനുള്ളിൽ വശത്തേക്ക് കയറുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ 2 മൂക്കുകളിലേക്കും 5 തവണ, ഓരോ മൂക്കിലും 5 തവണ വീതം ഇത് കടത്തി നമ്മുടെ സാമ്പിൾ എടുക്കേണ്ടതാണ്. ഇത് മൂക്കിനുള്ളിലേക്ക് കയറ്റുമ്പോൾ വേദന ഉണ്ടാവുമെന്ന് പേടിയുള്ള കുറച്ച് പേരുണ്ട്. അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയാൽ മതി. കണ്ണിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം വരും, കാര്യമാക്കട്ട. ഒരു മൂക്കിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മൂക്കിൽ നിന്നും ഇതെടുക്കുക. 2 മൂക്കിൽ നിന്നും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത്, ഇത് എങ്ങും വെക്കാൻ പാടില്ല. നമ്മൾ ഇനി ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ലിക്വിഡ് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വശത്തായിട്ടൊരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് ഓപ്പൺ ആക്കുക. ഇനി ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്വാബ് ഉണ്ടല്ലോ, ഇത് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യുക. പതിയെ അതിനുള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഈ ഭാഗത്ത്, അത് ഇൻസെർട്ട് ആയ ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതൊരു 10 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു അതായത് ആ സാമ്പിൾ ഫുള്ള് ഇതിനകത്തേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 10 തവണ റൊട്ടേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഇവിടെ നമുക്കിത് ഒടിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. അതായത് ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ഒരു ഇത് ഒടിക്കുക. ഓക്കെ, ഒടിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു സാമ്പിൾ അതിനകത്ത് വീണിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാനായിട്ടുള്ളത്, ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്യാപ്പ് ടൈറ്റായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. നല്ല രീതിക്ക് ടൈറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു കട്ടിങ് ഉണ്ട്, അത് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു ടെസ്റ്റിംഗ് കിറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പ്രതലത്തിലേക്ക് വെക്കുക. അതിനുശേഷം ഇവിടെ 2 ഡ്രോപ്പ് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പോയിന്റിലേക്ക് 2 ഡ്രോപ്പ് ഒഴിക്കുക. ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കളർ ഇങ്ങനെ സ്പ്രെഡായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൃത്യം 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു റിസൾട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം വരുന്ന റിസൾട്ട് ഒരിക്കലും ഇത് വാലിഡായിട്ട് എടുക്കാൻ പാടില്ല. 10 മുതൽ 15 മിനിറ്റാണ് മാക്സിമം. അതിനുള്ളിൽ വരുന്ന റിസൾട്ടാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ഫോക്കസ് ആണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ സി എന്ന് കാണുന്ന ആ ഭാഗത്ത് ഒരു വര വന്നിരിക്കുകയാണ്.
അതായത് ഈ സി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വര വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ്. നമുക്ക് പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിയും ടിയും ഈ 2 പോയിന്റിലും വരകൾ വരും. 2 വര വരികയാണെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ടാണ്. സിയിൽ മാത്രമാണ് വര വരുന്നതെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ടെസ്റ്റ് ഇൻവാലിഡ് ആണ്, നമ്മുടെ ടെസ്റ്റ് കറക്റ്റായിട്ട് അല്ല നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ടിയിൽ മാത്രം വര വരും. ടിയിൽ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചെറിയ കിറ്റ് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഈ ഒരു പാക്കറ്റിനകത്തേക്ക് ഇത് ഇൻസെർട്ട് ചെയ്യുക. പിന്നെ പറയാൻ മറന്നുപോയി, ഞാൻ ഇതിപ്പോൾ കാണിച്ചത് നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സംഗതിയാണ്. ഒരു കോവിഡ് ഉള്ള പേഷ്യൻറ്റിന് അല്ലെങ്കിൽ കോവിഡ് ലക്ഷണമുള്ള ആളാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരിക്കണം. അതായത് സാനിറ്റൈസർ, മാസ്ക്, കയ്യിലിടുന്ന ഗ്ലൗസ് എല്ലാം ഉപയോഗിച്ച് വളരെ സേഫ്റ്റിയോടുകൂടി വേണം ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വേറൊരാളിൻ്റെ ഇതാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത്രയും സാമൂഹിക അകലം പാലിച്ച് കയ്യിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് വളരെ സേഫ്റ്റിയോടുകൂടി മാത്രം ചെയ്യുക. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊരു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഡെമോ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം ഇത് ഉപയോഗിക്കുക. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു കിറ്റ് കൃത്യമായി ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് ഇത് സീൽ ചെയ്ത് വേസ്റ്റ് ബിന്നിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഗോവിന്ദ് എന്നാണ്. ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മടി കൂടാതെ എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.